ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ +2 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫങ്ഷൻസിലെ ടൈപ്സ് ഓഫ് ഫങ്ഷൻ എന്ന പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോർഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി +2ൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ +2ലെ വൺ ഓഫ് ദി ടഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻ ഫങ്ഷൻ. വേറെ ഒന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് മറന്നുപോയി ഈ ചാപ്റ്റർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണ് ഇന്ന് ടൈപ്സ് ഓഫ് റിലേഷൻ ഫുൾ പഠിപ്പിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻ എടുത്തുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് 3 ടൈപ്പ് റിലേഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ട്യൂഷൻ പഠിക്കാൻ പോയപ്പോഴൊക്കെ കേട്ട് കാണും. ഞാൻ ഡെഫിനിഷനിലോട്ടൊന്നും കിടക്കുന്നില്ല. എന്താണ് ഈ സംഭവങ്ങൾ, എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു റിലേഷൻ, ഞാനിപ്പോൾ സപ്പോസ് ഒരു സെറ്റ് അടിക്കുകയാണ്. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ്. കൺസിഡർ എ സെറ്റ് എ. എക്കകത്തുള്ള എലമെൻറ്റ്സ് 1, 2, 3. ഞാൻ നിങ്ങളെ 3 ടൈപ്പ് റിലേഷൻ പഠിപ്പിക്കാൻ പോവാണ്. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന 3 ടൈപ്പ് റിലേഷൻസ് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഒരു റിലേഷൻസ് R1 എന്ന് കൊടുത്തേ. ഞാൻ പറയാണ് 1, 1, 2, 2, 3, 3, 1, 4. ചുമ്മാ ഒരു റിലേഷനകത്ത് കുറച്ച് ഓർഡേഡ് പേരിട്ട് റിലേഷൻസിന് എഴുതിയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജനറലി റിലേഷനകത്തുള്ള ആദ്യത്തെ ആളെ എക്സ് എന്നും രണ്ടാമത്തെ ആളെ വൈ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയില്ല, ഓർഡേഡ് പെയർ എക്സ് വൈ റിലേഷനിലൊന്നും എന്താണ് റിലേഷൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. അതൊക്കെ +1 നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡേഡ് പെയർ എക്സ് വൈ, ആദ്യം കിടക്കുന്ന ആൾ എക്സും രണ്ടാമത് കിടക്കുന്ന ആൾ ആരുമാണ്? വൈയും ആണ്. ആദ്യം കിടക്കുന്ന ആൾ ആരാണ്? എക്സും രണ്ടാമത് കിടക്കുന്ന ആൾ ആരുമാണ്? വൈയും ആണ്. അപ്പോൾ ഞാൻ ഓർഡേഡ് പെയർ എക്സ് വൈ എടുത്തു. ക്ലിയർ? സംശയമുണ്ടോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, ഈ റിലേഷൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ റിലേഷൻ്റെ അകത്ത് 1, 1 എന്ന് പറയുന്ന ഒരു ആൾ വന്നിട്ടുണ്ട്, 2, 2 വന്നിട്ടുണ്ട്, 3, 3 വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ട, എക്കകത്തുള്ള എലമെൻ്റ് ആരൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അവനോട് തന്നെയുള്ള റിലേഷൻ കംപ്ലീറ്റും വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് റിലേഷനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ. എന്നു വിളിക്കും? റിഫ്ലെക്സീവ് റിലേഷൻ. ഇതൊരു റിഫ്ലെക്സീവാണ്. കാരണം എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് 1, 2, 3 എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സെറ്റ്, ഈ 1, 4 ഇതിൽ വരത്തില്ലേ? കാരണം ഇതിൽ 1, 4 അല്ലല്ലോ, 1, 3 കിടക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എ എന്നുള്ള സെറ്റിൻ്റെ അകത്ത് 1, 2, 3 ഈ 3 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ 3 എലമെൻറ്റും അവനോട് ഉണ്ടാക്കുന്ന റിലേഷൻ ഇതിലുണ്ടെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് എന്ന് വിളിക്കാൻ പറ്റൂ. എന്ന് പറയുമ്പം 1, 1, 2, 2, 3, 3. സപ്പോസ് ഇതിൻ്റെ അകത്ത് 3, 3 ഇല്ല എന്ന് വിചാരിക്കാം. 3, 3 ഇല്ല എങ്കിൽ ഇത് ഏതല്ല? ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇയാൾ ആരല്ല? റിഫ്ലെക്സീവ് അല്ല. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ആ സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസും അവനോടുണ്ടാക്കുന്ന റിലേഷൻ അതിൻ്റെ അകത്ത് വരണം. എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് 1, 2, 3 എന്ന് പറയുന്ന എലമെൻസ് ആണ് ഉള്ളതെങ്കിൽ 1, 1, 2, 2, 3, 3 ഈ 3ഉം നിങ്ങളുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ നമ്മൾ ഈ റിലേഷൻ്റെ അകത്ത് ആരെ കൊണ്ടുവരണം? 3, 3യും കൂടെ കൊണ്ടുവരണം. മനസ്സിലായോ? പറഞ്ഞ പിടികിട്ടിയോ? ക്ലിയർ ആണ്? അപ്പം ഞാൻ വേറൊരു റിലേഷൻ പറഞ്ഞു നോക്കാം. R2 എന്ന റിലേഷൻ. ഓക്കെ, 1, 1, 3, 3, 2, 4 ഇല്ല, 2, 3. ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് പറയും അല്ല സാറേ എന്ന് പറയും. എന്തുകൊണ്ടല്ല? ഇറ്റ് ഈസ് ബിക്കോസ് 1, 1 ഉണ്ട്, 2, 2 എവിടെ? 2, 2 എവിടെ? 2, 2 ഇല്ലാത്തതുകൊണ്ട് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. കാരണം എ എന്ന് പറഞ്ഞ ഒരു സെറ്റിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന റിലേഷനിൽ 1, 1, 2, 2, 3, 3 ഉണ്ടെങ്കിൽ മാത്രമേ എന്തെന്ന് പറയാൻ പറ്റൂ? റിഫ്ലെക്സീവ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? പിടികിട്ടിയോ? ക്ലിയർ ആണോ? അപ്പം ഇനി വേറൊരു ടൈപ്പ് റിലേഷൻ ഞാൻ എടുത്തുതരാം. R2 രണ്ടാമത്തെ റിലേഷൻ എടുക്കുകയാണ് കേട്ടോ. ഞാൻ 1, 2 എന്ന് പറഞ്ഞ ഒരാളെ എടുത്തു. ഓക്കെ, 2, 3 എടുത്തു. ഓക്കെ, ഇത് സിമെട്രിക് ആകണമെങ്കിൽ ഞാൻ ആരെ എടുത്തു? 1, 2 എടുത്തു. 1, 2 വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. എന്ന് പറഞ്ഞാൽ ഈ AB എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ BA വന്നാൽ മാത്രമേ സിമെട്രിക് ആവുകയുള്ളൂ. എന്ന് പറയുമ്പം 1, 2 വന്നിട്ടുണ്ടെങ്കിൽ 2, 1 വരണം. ആ റിലേഷൻ്റെ അകത്ത് തന്നെ ആര് വരണം? 2, 1 വരണം. സിമിലർലി ഓക്കെ, 2, 3 വന്നില്ലേ? 2, 3 വന്നാൽ തിരിച്ചുള്ള 3, 2ഉം വരണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷനെ നമുക്ക് എന്ത് റിലേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ? സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ. എന്തെന്ന് വിളിക്കാൻ പറ്റൂ? സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ.
ക്ലിയർ ആണോ? സംശയമുണ്ടോ? അപ്പോൾ 1 2 വന്നാൽ ആ റിലേഷൻ്റെ അകത്ത് ആര് വരണം? 2 1 വരണം. 2 3 വന്നാൽ അതിൻ്റെ അകത്ത് ആര് വരണം? 3 2 വരണം. ഇനി 1 3 വന്നാൽ അതിൻ്റെ അകത്ത് ആര് വരണം? 3 1 വരണം. അപ്പം AB വന്നാൽ തിരിച്ചുള്ള ആള് ആ റിലേഷൻ്റെ അകത്ത് വരണം, BA വരണം. വന്നാൽ മാത്രമേ നമുക്ക് അവൻ എന്തെന്ന് പറയാൻ പറ്റൂ? സിമെട്രിക് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? പിടി കിട്ടും. ഇനി ഒരു ടൈപ്പ് റിലേഷനും കൂടെ പറഞ്ഞുതരാം, ട്രാൻസിറ്റീവ്. അത് എളുപ്പമാണ് കേട്ടോ. എളുപ്പമൊന്നുമല്ല, അത് സംഭവം ഇങ്ങനെയാണ്. സപ്പോസ് 1 2 നിങ്ങളെ റിലേഷൻ്റെ അകത്ത് വന്നു എന്ന് വിചാരിക്കാം. ആര് വന്നു? 1 2 വന്നു എന്ന് നിങ്ങളെ റിലേഷൻ്റെ അകത്ത് 1 2 വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, 1 2 വന്നു. സിമിലർലി ഒരു 2 3യും വന്നു എന്ന് വിചാരിക്കാം. ആരും വന്നു എന്ന് വിചാരിക്കാം? 2 3യും വന്നു എന്ന് നിങ്ങൾ വിചാരിക്കാം. 1 2 വന്നു, 2 3യും വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1 2ഉം 2 3യും നിങ്ങളെ റിലേഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഇത് രണ്ടും സെയിം അല്ലേ? ഇങ്ങനെയാണ് കോൺസെപ്റ്റ്. നോക്കിക്കോണേ, AB നിങ്ങളുടെ കയ്യിലും ഉണ്ട്. സിമിലർലി BC ഉണ്ടെന്ന് വിചാരിക്കാം. 1 2 2 3 രണ്ടാമത്തെ വെച്ച് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1 2 ഉണ്ട്, പിന്നെ 2 3 ഉണ്ടെങ്കിൽ 1 3 ഉണ്ടാകണം അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ AB BC ഉണ്ടെങ്കിൽ ആരുണ്ടാകണം? AC ഉണ്ടാകണം. അപ്പോൾ 1 2 2 3 ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ഓൾറെഡി അത് ട്രാൻസിറ്റീവ് ആണ്. 1 2 വന്ന് 2 3 വന്നാൽ ആര് വരണം? 1 3 വരണം. 1 3 വന്നാൽ അത് ആരാണെന്ന് പറയാം? നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാം. എന്തെന്ന് പറയാം? ട്രാൻസിറ്റീവ്. ഇതാണ് കോൺസെപ്റ്റ്. 1 2 2 3 വന്നാൽ ആ റിലേഷൻ്റെ അകത്ത് ആരും വരണം? 1 3യും വരണം. അങ്ങനെ 1 3യും വന്നാൽ നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് പറയാം കുട്ടികളെ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. ആ റിലേഷൻ എന്ത് റിലേഷൻ എന്ന് പറയാം? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ് എന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? സംശയമുണ്ടോ? അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒന്നുകൂടെ ഡെഫിനിഷനിലോട്ട് ನಾನು തിരിച്ചു പോയാണ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കിക്കോ. ഇതായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ പറയുന്നുണ്ട്, എ റിലേഷൻ ആർനെ സെറ്റ് എ ഈസ് കോൾഡ് എന്താണ്? റിഫ്ലെക്സീവ് ഇഫ് A, A എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ 1 1 2 2 3 3 അതാണ് A, A ബിലോങ്സ് ടു ആർ ഫോർ എവറി എലമെന്റ് A. Aക്കകത്തുള്ള എല്ലാ എലമെന്റ്സിനും A, A വരണം. ഇനി തിരിച്ച് സിമെട്രിക് ആണ്. നേരത്തെ പറഞ്ഞില്ലേ, A1 A2 ഉണ്ടെങ്കിൽ തിരിച്ച് ആര് വരണം? A2 A1 വരണം. എന്ന് പറഞ്ഞാൽ A1 A2 വന്നാൽ തിരിച്ച് ആര് വരണം? A2 A1 വരണം. അതാണ് ആരെന്ന് പറഞ്ഞാൽ സിമെട്രിക് എന്ന് പറഞ്ഞാൽ. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ A1 A2 ഉണ്ടെന്ന് വിചാരിക്കുക, A2 A3 ഉണ്ടെന്ന് വിചാരിക്കുക റിലേഷൻ്റെ അകത്ത്. എങ്കിൽ ആരുണ്ടാകണോടാ? A1 A3 അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഇതാണ് ട്രാൻസിറ്റീവ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, A1 A2 ഉണ്ടെങ്കിൽ A2 A3 ഉണ്ടെങ്കിൽ ആരും വരണം? A1 A3 ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞേ ഉള്ളൂ. ഡെഫിനിഷൻ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡെഫിനിഷൻ ഒന്നും വേണ്ട, എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ സെക്ഷൻ ക്ലിയർ ആവുള്ളൂ. മാക്സിമം പ്രോബ്ലം ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ സെക്ഷൻ എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഒരു ഡൗട്ടും നിങ്ങൾക്ക് കാണത്തില്ല. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം, ഓരോ പ്രോബ്ലം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. ഇഫ് എ റിലേഷൻ ഇസ് ബോത്ത് റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. എക്സാമിന് ചോദിക്കും കേട്ടോ, ചെക്ക് വെദർ ദ ഗിവൻ റിലേഷൻ ഇസ് ഇക്വിവാലൻസ് ഓർ നോട്ട് എന്നൊക്കെ പറഞ്ഞ് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് പറഞ്ഞുതരാം. പോകെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആരാണ്? 1 2 3. അവൻ ആദ്യം നോക്കിക്കോ. ഞാൻ അതിനെ A എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാൻ എടുത്തു 1 2 3 ഒരു സെറ്റ് പറയുന്നുണ്ട്. 1 2 3 ഗിവൺ ബൈ നമ്മളെ റിലേഷൻ ആരാണ്? 1 1 2 2 3 3 1 2 2 3. ഇതാണ് നമ്മളെ റിലേഷൻ. നമ്മളെ റിലേഷൻ ആരാണ് കുട്ടികളെ? ചുമ്മാ എടുത്ത് എഴുതാതേ ഉള്ളൂ ഞാൻ. 1 1 2 2 3 3 1 2 2 3 is reflexive but ഏതല്ല? നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. പക്ഷെ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ എന്തല്ലെന്ന് പ്രൂവ് ചെയ്യണം? നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ട. റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എൻ്റെ കുട്ടികളെ, ഇത് റിഫ്ലെക്സീവ് അല്ലേ? കാരണം A എന്ന എലമെന്റിൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ആര് വരണം? 1 1 വരണം, 2 2 വരണം,
3 വരണം. ആ 3ഉം ആ റിലേഷൻ്റെ ആയിട്ട് വന്നല്ലോ. എക്കകത്ത് 1ഉം 2ഉം 3ഉം ആണെങ്കിൽ നമ്മളെ റിലേഷൻ്റെ അകത്ത് 1 1 2 2 3 3 ഈ 3 ആൾക്കാരും വന്നാൽ നമുക്ക് എന്തെന്ന് പറയാം? റിഫ്ലെക്സീവ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ക്ലിയർലി ഏതാണ്? റിഫ്ലെക്സീവ്. എന്തുകൊണ്ട് റിഫ്ലെക്സീവ്? നമ്മളിങ്ങനെ പറയും 1,1 2,2 3,3 belongs to R നമ്മളെ റിലേഷനിലുണ്ട്. സോ R ഈസ് റിഫ്ലെക്സീവ്. അതുകൊണ്ട് R എന്താണെന്ന് പറയും? നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയും. മനസ്സിലായോ? 1,1 2,2 3,3 ഈ 3 പേരും നമ്മളെ റിലേഷൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് നമ്മളെ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയും. ഇനി സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കുട്ടികളെ ഇവിടെ നോക്കടാ. അടുത്ത് സിമെട്രിക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കടാ. വേറെ കളർ എടുക്കാം. ഒരു ബ്ലൂ കളർ എടുത്താൽ ഓക്കെ. 1 2 belongs to R റിലേഷൻ്റെ അകത്തുണ്ട്. ബട്ട് പ്രശ്നം എന്താണ്? 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. തിരിച്ചില്ല. 1 2 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. സോ എന്തല്ല? ആർ ഈസ് നോട്ട് എന്താണ്? സിമെട്രിക്. ആർ എന്തല്ല? സിമെട്രിക് അല്ല. ഏതെങ്കിലും ഒരു കേസ് ഇല്ലാതിരുന്നാൽ മതി. സിമിലർലി 2 3 ഉണ്ട്, 3 2 ഇല്ല, റിലേഷനകത്തില്ല. അതുകൊണ്ടും എന്തല്ല? സിമെട്രിക് അല്ല. അപ്പോൾ ഇതെന്തല്ല എന്ന് മനസ്സിലായി? സിമെട്രിക് അല്ല എന്ന് മനസ്സിലായി. നമ്മൾ റീസണും കൂടെ എഴുതി കൊടുക്കണം കേട്ടോ. എന്തുകൊണ്ട് സിമെട്രിക് അല്ല? 1 2 റിലേഷനകത്തുണ്ട്, പക്ഷെ 2 1 ഇല്ല. അല്ലെങ്കിൽ 2 3 ഉണ്ട്, 3 2 ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? സിമെട്രിക് അല്ല. സിമെട്രിക് ആകണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു, 1 2 വന്നാൽ 2 1 വരണം, 2 3 വന്നാൽ 3 2 ആ റിലേഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സിമെട്രിക് ആകൂ. സോ സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ട്രാൻസിറ്റീവിനെ ചെക്ക് ചെയ്യാം. ബാ. ഓക്കെ, ട്രാൻസിറ്റീവ് എങ്ങനെ ചെക്ക് ചെയ്യും? ഈ ഒരു കേസ് കണ്ടോ? ആരാ? 1 2 2 3 ബിലോങ്സ് ടു ആർ. 1 2 2 3 ഉണ്ട്. 1 2 2 3 ഉണ്ടെങ്കിൽ ആരുണ്ടാകണം? 1 3 അതിൻ്റെ അകത്ത് വരണം. എങ്കിലേ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റൂ. 1 2 ഉണ്ട്, പിന്നെ 2ൽ തുടങ്ങുന്ന വേറൊരാളുണ്ട്, 2 3 ഉണ്ട്. പക്ഷെ ആരില്ല? ബട്ട് ആരില്ല? 1 3 നോട്ട് ബിലോങ്സ് ടു ആർ. 1 2 ഉണ്ട്, പിന്നെ 2ൽ തുടങ്ങുന്ന വേറൊരാൾ 2 3 ഉണ്ടെങ്കിൽ ദെൻ ഈ 1 3 ഉണ്ടാകണം. 1 3 ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. വീണ്ടും ഒന്നും കൂടെ പറയാണ്, എ ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ബിയിൽ തുടങ്ങുന്ന വേറൊരാൾ ഉണ്ടെങ്കിൽ, പിന്നെ എ സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ 1 2 റിലേഷൻ്റെ അകത്തുണ്ട്. സിമിലർലി 2 3 ഉണ്ട് എങ്കിൽ ആര് വരണം? ഈ 1ഉം 3ഉം ആയുള്ള റിലേഷൻ ആറിൻ്റെ അകത്ത് വരണം. പക്ഷെ ഇല്ല. അതുകൊണ്ട് എന്തല്ല? സോ റിലേഷൻ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. മനസ്സിലായോ കുട്ടികളെ? അതുകൊണ്ട് ആർ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് കോൺസെപ്റ്റ്. ഇപ്പം മനസ്സിലായല്ലോ? പിടി കിട്ടിയല്ലോ? ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ പൗസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കണം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാണ്. ക്ലിയർ? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ വെദർ ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. തന്ന റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്ട? ചെക്ക് ചെയ്യാനാ. ഇവിടെ കണ്ടോ, എ എന്ന് പറഞ്ഞ സെറ്റ് ആരാ തന്നിട്ടുള്ള? എ എന്ന സെറ്റ് 1 2 3 4 14 വരെയുള്ള എലമെന്റ്സ് ആണ്. ആരെന്ന് പറഞ്ഞ? എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്തുള്ളത്. 1 2 3 4 14 വരെയുള്ള എലമെന്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തുള്ളത്. ക്ലിയർ? നമ്മളെ റിലേഷൻ ഇത് +1 ക്വസ്റ്റ്യനാ. +1 സെയിം ക്വസ്റ്റ്യൻ. നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡേർഡ് പെയർ XY such that 3x minus y is equal to 0. അപ്പോൾ ഇവിടെ നോക്കടാ, 3x minus y equal to 0. അപ്പോൾ ഇവിടെ നിന്ന് 3x ഈക്വൽ ടു ആരാ? y. y ഈക്വൽ ടു 3x എന്ന് പറഞ്ഞു തന്നില്ലേ? നമ്മൾ ഓർഡേർഡ് പെയർ XY എന്നല്ലേ പറയുന്നത്. എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. നമ്മൾ റിലേഷൻ എഴുതാൻ പോവുകയാണ്. ആദ്യം എക്സിന് ഈ 1 ഇട്ട് കൊടുക്കും. എക്സിന് 1 കൊടുത്ത് ആദ്യത്തെ ആൾ എക്സിന് 1 കൊടുക്കും. ഈക്വേഷനിൽ എക്സിന് പോലെ 1 കൊടുക്കും. 3 × 1 ഈക്വൽ ടു y. വൈക്ക് എത്ര ഇട്ടോടാ? 3 എന്ന് കിട്ടും. മനസ്സിലായോ? അടുത്ത് ഈ ഇക്വേഷനിൽ എക്സിന് അടുത്ത ആളാരാ? 2 ഇട്ട് കൊടുക്കുക. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പം y എന്ന് പറഞ്ഞാൽ ആരാ? 3x അല്ലേ? y 6 എന്ന് കിട്ടും. അടുത്ത എക്സിന് ഏത് വിലയിടാ? 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇടുമ്പം എക്സിന് 3 ഇടുമ്പോൾ 3 × 3 9. വൈയുടെ വാല്യൂ 9. അടുത്ത എക്സിന് 4 ഇടുമ്പോൾ വൈയുടെ വാല്യൂ 12. എക്സിന് 5 ഇടുമ്പോൾ വൈയുടെ വാല്യൂ 15. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ കുട്ടികളെ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് x, y. ഈ നമ്മൾ എടുക്കുമ്പോൾ എക്കകത്ത് മാത്രമേ 2 എലമെൻറ്റും, ഈ ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ് എക്കകത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഈ 15 എക്കകത്തില്ല. അപ്പോൾ ഇത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മളെ റിലേഷൻ ഇവിടെ വെച്ച് തരും. ഇതാണ് നമ്മളെ റിലേഷൻ.
1 3 2 6 3 9 4 2. ഈ ഓരോ ആൾക്ക് ഇത് ആദ്യത്തെ ആൾ എക്സ്, രണ്ടാമത്തെ ആൾ വൈ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് വരെ 1 വൈക്ക് വരെ 3 കൊടുത്താൽ നിങ്ങൾക്ക് 0 കിട്ടും. അതാണ് കോൺസെപ്റ്റ്. അതിനെ ഞാൻ ഈ രീതിയിൽ എടുത്തു. 3x - y = 0 ആണെങ്കിൽ 3x = y. എക്സിന് 1 കൊടുക്കും വൈക്ക് 3 കിട്ടും. എക്സിന് 2 കൊടുക്കും വൈക്ക് 6 കിട്ടും. എക്സിന് 3 കൊടുക്കും വൈക്ക് 9 കിട്ടും. എക്സിന് 4 കൊടുക്കും വൈക്ക് 12 കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളെ റിലേഷൻ്റെ അകത്തുള്ളത്. പെട്ടെന്ന് പറ കുട്ടികളെ, ഇത് റിഫ്ലെക്സീവ് ആണോ? ഒറ്റയടിക്ക് പറ. റിഫ്ലെക്സീവേ അല്ല. ആരില്ല? 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. ഹോമാര് നോട്ട് ബിലോങ്സ് ടു ആർ. സോ എന്തല്ല? സോ നോട്ട് റിഫ്ലെക്സീവ്. എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. അടുത്ത ഫസ്റ്റ് കേസ് തന്നെ പറ. 1 3 ഉണ്ട്. 1 3 ബിലോങ്സ് ടു ആർ, ബട്ട് എന്തില്ല? തിരിച്ച് 1 3 ഉണ്ട്, പക്ഷെ ആരില്ല? 3 1. 3 1 നോട്ട് ബിലോങ്സ് ടു ആർ. 1 3 ഉണ്ട്, പക്ഷെ 3 1 ഇല്ല. 3 1 ഇല്ലാത്തതുകൊണ്ട് ആരല്ല? നോട്ട് സിമെട്രിക്. എന്തുമല്ല? സിമെട്രിക്കും അല്ല. ഏതെങ്കിലും ഒരു കേസ് 2 6 6 2 ഇല്ല, 3 9 9 3 ഒന്നുമില്ല. മനസ്സിലായോ? നമുക്ക് ഏതെങ്കിലും ഒരു കേസ് ഇല്ലാതിരുന്നാൽ മതി, നമുക്ക് സിമെട്രിക് അല്ല എന്ന് പറയാം. ഒരു കേസ് ഇല്ലാതിരുന്നാൽ കാണിച്ചാൽ മതി. അതേപോലെ 1 1 2 2 3 3 3 പേരും ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റൂ. 3 പേരും ഇല്ല, അതുകൊണ്ട് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല. ട്രാൻസിറ്റിവിറ്റി ആണോ അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ കുട്ടികളെ? ട്രാൻസിറ്റീവ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ട്രാൻസിറ്റീവിന്റെ നേച്ചർ നോക്കടാ. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. അപ്പൊ ആര് വരണം? 1 9 വരണം. അപ്പൊ നമ്മ എഴുത് 1 3 3 9 ബിലോങ്സ് ടു ആർ. റിലേഷൻ്റെ അകത്തുണ്ട്, പക്ഷെ ആരില്ല? ബട്ട് ആരില്ല? 1 9 ഇല്ല. 1 9 നോട്ട് ബിലോങ്സ് ടു ആർ. പക്ഷെ ആരില്ല? 1 9 ഇല്ല. 1 9 ഇല്ലെങ്കിൽ പ്രശ്നമാണേ, പ്രശ്നമാക്കും. 1 9 ഇല്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നമാക്കും. 1 9 ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് നോട്ട് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എന്താണ്? ട്രാൻസിറ്റീവ്. അപ്പം റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. മനസ്സിലായോ? സംശയമുണ്ടോ? 1 3 ഉണ്ട്, 3 9 ഉണ്ട്, 1 9 ഇല്ല. അപ്പൊ ആരല്ല? ട്രാൻസിറ്റീവ് അല്ല. 3ഉമല്ല ഈ റിലേഷൻ. റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. പിടി കിട്ടിയോ? മനസ്സിലായോ? അടുത്തതിലോട്ട് പോവാം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A relation R in the set 1 2 3 4 5 6 ആണ് നമ്മൾ സെറ്റ്. 1 2 3 4 5 6 ആണ് എ എന്ന് പറഞ്ഞ സെറ്റ്. നമ്മൾ ഇവിടുത്തെ റിലേഷൻ എന്താണ് പറയുന്നത്? ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എടുക്കുമ്പോൾ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. രണ്ടാമത്തെ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു റിലേഷൻ പറഞ്ഞുതരാം. വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. 2 4 ഇയാൾ എക്സ്, ഇയാൾ വൈ. വൈ ഇസ് ഡിവിസിബിൾ ബൈ എക്സ്. വൈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ റിലേഷൻ. രണ്ടാമത് കിടക്കുന്ന ആളെ ആദ്യം കിടക്കുന്ന ആളോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ ഏതൊക്കെ റിലേഷൻസ് എഴുതാൻ പറ്റും നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മതി കേട്ടോ. നമുക്ക് എല്ലാം ഇങ്ങനെ ആയിക്കോട്ടെ. 1 1 2 2 3 3 4 4 5 5 6 6 ഇത്ര എഴുതാം. കാരണം രണ്ടാമത് കിടക്കുന്ന ആളെ ആദ്യം കിടക്കുന്ന ആളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് വീതമുള്ള കേസുകളെല്ലാം എഴുതാം. ഭാര്യവരൂടാ 1 2 1 3 1 4 1 5 1 6 ഇത്രയും വരത്തില്ലേ? കാരണം ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ റിലേഷൻ ഇത്രയാണ്. ഇത് സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോമിലാക്കിയാണ് നമ്മൾ. ഇതെല്ലാം കോമ ഇട്ടോണേ നിങ്ങൾ കേട്ടോ. ഇടയിലെല്ലാം എന്ത് എടുത്തോണം? ഒരു കോമ എടുത്ത് സെപ്പറേറ്റ് ചെയ്തോണേ. ഇനി ബാക്കിയുണ്ട്. ഇനി നമുക്ക് അടുത്ത കേസ് ഏത് നോക്കാടാ? 2 4 2 6. ഇനി ഏത് നോക്കാടാ? സിമിലർലി 3 6. വേറെ ഒന്നും പറ്റില്ലല്ലോ. ഇത്രയാകുമ്പോൾ നമ്മൾ റിലേഷൻ കംപ്ലീറ്റ് ആവും. രണ്ടാമത് കിടക്കുന്ന ആളെ ആദ്യം കിടക്കുന്ന ആളോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണ് നിങ്ങളിപ്പോൾ എഴുതിയത്. ഇത്രയാണ് നമ്മളെ റിലേഷൻ. ക്ലിയർലി നിങ്ങൾ നോക്കിയിട്ട് പറ, റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഞാൻ ഒറ്റയടിക്ക് പറയും, ക്ലിയർലി ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് ഞാൻ ഒറ്റയടിക്ക് പറയും. എന്തുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ വൈ? ഇറ്റ് ഈസ് ബിക്കോസ് 1 1 2 2 3 3 4 4 5 5 6 6 എല്ലാ ആൾക്കാരും എന്തുണ്ട്? റിലേഷനിൽ വന്നതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ്.
ഇനി ഞാൻ സിമെട്രിക് ആണോ നോക്കിയാൽ സിമെട്രിക് അല്ല. എന്തുകൊണ്ട്? ചുമ്മാ ഒറ്റ കേസ് പറ. 1 2 ബിലോങ്സ് ടു ആർ. 1 2 റിലേഷനിലുണ്ട്, ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. തിരിച്ചുള്ള കേസ് ഇല്ല. സോ എന്തല്ല? സോ ആർ ഈസ് നോട്ട് സിമെട്രിക്. എന്തല്ല? സിമെട്രിക് അല്ല. തിരിച്ചുള്ള കേസ് ഇല്ലാത്തതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. ക്ലിയർ ആണോ? ഇനി ട്രാൻസിറ്റിവിറ്റി നോക്കാൻ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കിയേ കുട്ടികളെ. ട്രാൻസിറ്റീവ് ഓക്കെ, ട്രാൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ഉള്ള കേസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് ട്രാൻസിറ്റീവ് ആണല്ലേ? ആണോ? എല്ലാ കാരണം നോക്കി നിങ്ങൾ ഈ കേസിൽ നോക്കിയേ. 3 3 3 6. അപ്പം 3 3 തുടങ്ങിയ വീണ്ടും ഒരു 3 6 വരണം, ട്രാൻസിറ്റീവ് ആണ്. സിമിലർലി 2 2 2 6 2 6 വന്ന ട്രാൻസിറ്റീവ് ആണ്. അടുത്ത് 2 2 2 4 2 സ്റ്റാർട്ട് 2 4 വന്നല്ല, എഗെയിൻ വന്നിട്ടുണ്ട്, ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയുന്ന ഏതെങ്കിലും കേസ് ഇതിൽ വരുന്നുണ്ടോ? അപ്പോൾ ഇത് ഏതാണ്? ഇത് എല്ലാ കേസും നോക്കണേ നിങ്ങൾ. ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്ന് നോക്ക്. ഞാൻ പറയാൻ മനസ്സിലായി. ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കേ, 2 2 ഉണ്ട്, ഈ 2 4 ഉണ്ട്. അപ്പോൾ ഈ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇയാൾ വന്ന 2 4, അത് ഓൾറെഡി 2 4 ഒരിക്കലും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അതേപോലെ വേറെ ഏതെങ്കിലും 3 3 3 3 3 6 ഉണ്ട്. ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. 1 2 2 2 എടുത്ത എഗെയിൻ 1 2. ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഏതാണ്? ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതാണ്? ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ലാതിരിക്കാനുള്ള ഒരു കേസുകളും ഇതിലില്ല നിലവിൽ. അതുകൊണ്ട് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഒന്നും കൂടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോണം, ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്ന്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നോക്കി, 1 6 ഉണ്ട്, 6 6 ഉണ്ട്. അപ്പം നമ്മൾ ആര് വരണം? ഈ 6ൽ തുടങ്ങണം, 1 6 വരണം. 1 6 ഓൾറെഡി ഉണ്ട്. അങ്ങനത്തെ എല്ലാ കേസും ഞാൻ നോക്കിയപ്പോൾ എല്ലാ കേസും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ എന്തല്ല? സിമെട്രിക് അല്ല. മനസ്സിലായോ? പിടി കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ റിലേഷൻ ഇസ്, അതന്നെ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ റിലേഷൻ പറയുന്നത് ആർ ഈക്വൽ ടു, നമ്മൾ സെറ്റ് ഇതാണ് 1 2 3 4 5 6 എ ബി എക്സ് വൈക്ക് വരെ എ ബി. ആദ്യത്തെ ആൾ എ, രണ്ടാമത്തെ ആൾ ബി. ആദ്യത്തെ ആളിൽ നിന്ന് 1 കൂട്ടുമ്പോൾ രണ്ടാമത്തെ ആൾ കിട്ടും. അപ്പോൾ ആദ്യത്തെ ആൾ 1 കൊടുത്താൽ 1 + 1 2, രണ്ടാമത്തെ ആൾ 2. മനസ്സിലായി? ആദ്യത്തെ ആളിൽ നിന്ന് 1 കൂട്ടുമ്പോൾ രണ്ടാമത്തെ ആൾ കിട്ടും. അപ്പം 2 കൊടുത്താൽ 3, 3 കൊടുത്താൽ 4, 4 കൊടുത്താൽ 5, 5 കൊടുത്താൽ 6, 6 കൊടുത്താൽ 7. പക്ഷെ 7 എഴുതാൻ പറ്റൂല, 7 നമ്മൾ സെറ്റിൻ്റെ അകത്തില്ല. ഇതാണ് റിലേഷൻ. ഒറ്റയടിക്ക് പറ, റിഫ്ലെക്സീവ് ആണോ? നോട്ട് റിഫ്ലെക്സീവ്. എന്തല്ല? 1 1 ഇല്ല, 2 2 ഇല്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എന്തില്ല? റിലേഷൻ്റെ അകത്തില്ല. സോ എന്താണ്? നോട്ട് ബിലോങ്സ് ടു, നോട്ട് റിഫ്ലെക്സീവ്. ഒറ്റയടിക്ക് നിങ്ങൾ പറഞ്ഞു. 1 1 2 2 3 3 4 4 5 5 6 6 ഇത്രയും ആൾക്കാർ വന്നാൽ മാത്രമല്ലേ റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റൂ. കാരണം നമ്മുടെ സെറ്റിൻ്റെ അകത്ത് അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ റിലേഷൻ്റെ അകത്ത് 1 1 വരണം, 2 2 വരണം, 3 3 വരണം, 4 4 വരണം, 5 5 വരണം, 6 6 വരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റൂ. സോ ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് നോക്കണമെങ്കിൽ 1 2 വന്നിട്ടുണ്ട്, 1 2 ബിലോങ്സ് ടു ആർ. പക്ഷേ തിരിച്ചുള്ള 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. 2 1 ഇല്ല. സോ എന്തല്ല? സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. എന്തുമല്ല? സിമെട്രിക്കും അല്ല. ഇനി ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ കേസ് തന്നെ ചെക്ക് ചെയ്യാം. 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 2 2 3 ഉണ്ട്. 2ൽ തുടങ്ങുന്ന ആൾ വന്നു. അപ്പൊ ആര് വരണം? 1 3 വരണം. പക്ഷേ 1 3 നോട്ട് ബിലോങ്സ് ടു ആർ. 1 3 വന്നിട്ടില്ല. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. പക്ഷെ ആര് വന്നിട്ടില്ല? 1 3 നോട്ട് ബിലോങ്സ് ടു ആർ. 1 3 വന്നിട്ടില്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് എന്താണ്? ട്രാൻസിറ്റീവ്. എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. പിടി കിട്ടിയോ? ഇത്രയേ ഉള്ളൂ സംഭവം. എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് സംഭവം. ഇത് നമ്മൾ പഠിക്കണം. ഇതാണ് സംഭവം. എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? ഈ റിലേഷൻ തന്നിട്ട് റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 2 2 3 3 4 4 5 5 6 6 വരണം. സിമെട്രിക് എങ്കിൽ ഒരുത്തം വന്നാൽ തിരിച്ചു വരണം. 2 3 വന്നാൽ 3 2 വരണം. 3 4 വന്നാൽ 4 3 വരണം. എങ്കിലേ സിമെട്രിക് ആവും. ഇനി ട്രാൻസിറ്റീവ് ഇവിടെയും ചെക്ക് ചെയ്യാം. 2 3 3 4 വന്നു. അപ്പം നമുക്ക് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ആര് വരണം?
2 3 3ൽ തുടങ്ങുന്ന അടുത്ത ആൾ വന്നെങ്കിൽ 2 4 ഇതിൻ്റെ അകത്ത് വരണം. ഉണ്ടോ? ഇനി അടുത്ത കേസ് നോക്കൂ, 3 4 4 5. അപ്പൊ ആര് വരണം? 3 5 വരണം. അല്ലെങ്കിൽ അടുത്ത കേസ് നോക്ക്, 4 5 5 6. ആര് വരണം? 4 6 റിലേഷൻ്റെ അകത്ത് വരണം. ഇത്രയും വന്നാൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റൂ. ഏതെങ്കിലും ഒന്നെങ്കിലും വന്നില്ലെങ്കിലും ട്രാൻസിറ്റീവ് അല്ല. എളുപ്പമായില്ലേ? ഇപ്പൊ കുറച്ചൊക്കെ കത്തി തുടങ്ങിയില്ലേ, ഒരുവിധം ക്ലിക്കായില്ലേ? റിഫ്ലെക്സീവ് എങ്ങനെ കണ്ടുപിടിക്കും, സിമെട്രിക് എങ്ങനെ കണ്ടുപിടിക്കും, ട്രാൻസിറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ മനസ്സിലായോ? പിടി കിട്ടിയോ? എന്നാ ബാ അടുത്തതിലോട്ട് പോവാ. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ആർ, റിലേഷൻ ആർ ഇൻ ആർ, ഈ ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്, ഡിഫൈൻഡ് ആസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. എന്ന് പറഞ്ഞാൽ ആർ ഇൻ ആർ എന്നവർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ റിലേഷൻ ആർ ഇൻ ആർ എന്നവർ ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പർ ആണ്. അപ്പം നമ്മൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കേണ്ടത് റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാ നമ്പേഴ്സും വരും. -3 -2 -1 0 1 2 3 അങ്ങനെ പോയിന്റ് നമ്പർ എല്ലാം അടങ്ങുന്നതാണ് നമ്മൾ. ഇതാണ് റിയൽ നമ്പർ. ഇതാണ് നമ്മൾ ആർ, സ്ക്രിപ്റ്റ് ആർ. ഓക്കെ, നമ്മൾ റിലേഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ആദ്യം എഴുതുന്ന ആള് രണ്ടാമത് എഴുതുന്നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ എന്തായിരിക്കണം, വലുതോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, 1 1 എഴുതാം, 2 2 എഴുതാം, ഇങ്ങനത്തെ എല്ലാ കേസും എഴുതാം. ചിന്തിച്ചു നോക്കുന്നെങ്കിൽ ഇത് തോട്ട് പ്രോസസ് ആണ്. 3 3 കാരണം എന്താണ്? ആദ്യം കിടക്കുന്ന ആൾ ലെസ് ദാൻ ഈക്വൽ ടു 1, 2 ലെസ് ദാൻ ഈക്വൽ ടു 2, 3 ലെസ് ദാൻ ഈക്വൽ ടു 3. ഈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഉള്ളതുകൊണ്ട് എപ്പോഴും അത് ഹോൾഡ് ചെയ്യും, ആ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യും. എ ലെസ് ദാൻ ഈക്വൽ ടു ബി അല്ലേ? അപ്പം 1 1 2 2 3 3 4 4 ഇങ്ങനത്തെ എല്ലാ കേസും നമ്മളെ റിലേഷൻ്റെ അകത്ത് വരും. ഇവിടെ ഇത് റിലേഷൻ ആർ ഇൻ ആർ എന്ന് പറഞ്ഞാൽ നമ്മളെ റിലേഷൻ ഇൻ ആർ, ഇത് റിയൽ നമ്പറാ. ദിസ് ഇസ് റിയൽ നമ്പറാ പറയുന്ന. സെറ്റിനൊക്കെ പറയും റിയൽ നമ്പർ തന്നേ ഉള്ളൂ. അപ്പൊ റിയൽ നമ്പർ ആണ് നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റ്. അപ്പൊ നമ്മൾ റിലേഷൻ്റെ അകത്ത് ഏതൊക്കെ വരാം? 1 1 2 2 3 3 4 4 എല്ലാം വരാം. അതുകൊണ്ട് ഇത് ആരാണ്? റിഫ്ലെക്സീവ് ആണ്. ആരാണ് റിഫ്ലെക്സീവ്? സോ ഇറ്റ് ഈസ് ക്ലിയർലി ആരാണ് റിഫ്ലെക്സീവ്? റിലേഷൻ എഴുതി കൊടുത്തത് എല്ലാം വരും. സംശയമുണ്ടോ? ഇനി ബട്ട് നോട്ട് സിമെട്രിക് വരത്തില്ല. കാരണം നോക്കൂ, 1 2 1 2 വന്നെന്ന് വിചാരിച്ചോ, എ കറക്റ്റ് അല്ലേ? 1 ലെസ് ദാൻ ഈക്വൽ ടു 2, രണ്ടിനേക്കാളും ചെറുതാണ് 1. പക്ഷെ 2 1 വരുമോ? കാരണം 2 ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റുമോ? ഒന്നിനേക്കാളും ചെറുതാണോ 2? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എന്ത് പറ്റത്തില്ല? അതുകൊണ്ട് എന്തല്ല 1 2 നിങ്ങൾ എഴുതിയാൽ മതി, റിഫ്ലെക്സീവ്. അടുത്തെന്താണ്? 1 2 belongs to R, but ആര് വരത്തില്ല? 2 1 not belongs to R. സോ എന്തല്ല? സോ ഇറ്റ് ഈസ് നോട്ട് ആരാ? ട്രാൻസിറ്റീവ്. എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. സോറി ട്രാൻസിറ്റീവ് അല്ലല്ലാടാ, സിമെട്രിക്. ഇറ്റ് ഈസ് നോട്ട് ഏതാണ്? സിമെട്രിക്. അതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. അതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. ക്ലിയർ ആണ്? സംശയമുണ്ടോ? അതുകൊണ്ട് നമുക്ക് എ ലെസ് ദാൻ ഓർ ബി എന്ന് പറയുമ്പോൾ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അവിടെ എന്തല്ല? സിമെട്രിക് അല്ല. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു കാര്യം എടുത്തേ. 1 ലെസ് ദാൻ ഈക്വൽ ടു 2, അടുത്ത് 2 ലെസ് ദാൻ ഈക്വൽ ടു 3. കറക്റ്റ് അല്ലേ? 2 ലെസ് ദാൻ ഈക്വൽ ടു 3. രണ്ടിനേക്കാളും ചെറുതാണ് 1, രണ്ടിനേക്കാളും വലുതാണ് 3. എങ്കിൽ കറക്റ്റായിട്ട് 1ഉം 3ഉം കറക്റ്റാ വരത്തില്ലേടെ? 1 ലെസ് ദാൻ ഈക്വൽ ടു 3 ഇത് എപ്പോഴും കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇഫ് എ ലെസ് ദാൻ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഈക്വൽ ടു സി, എക്കാളും വലുതാണ് ബി, ബിയേക്കാളും വലുതാണ് സി എങ്കിൽ അഫ്കോഴ്സ് എ ലെസ് ദാൻ ഈക്വൽ ടു സി ആയിരിക്കും. ഇത് ഇംപ്ലൈ ചെയ്യും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് ക്ലിയർലി എന്താണ്? ട്രാൻസിറ്റീവ്. നിങ്ങൾ നോക്ക്, എ ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എ ബി എടുക്കാം. ബി ലെസ് ദാൻ ഈക്വൽ സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബി സി എടുക്കാം. എ ലെസ് ദാൻ സി എന്ന് നിങ്ങൾക്ക് എ സി എടുക്കാം. ഈ മൂന്നും വന്നാൽ ട്രാൻസിറ്റീവ് അല്ലേ? എ ബിയേക്കാളും ചെറുത് ബി സിയേക്കാളും ചെറുതാണെങ്കിൽ ഉറപ്പായിട്ടും എ സിയേക്കാളും ചെറുതായിരിക്കും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്ക്, 2 5 എടുത്തു, 5 7 എടുത്തു. 5നേക്കാളും ചെറുതാണ് 2, 7നേക്കാളും ചെറുതാണ് 5 എങ്കിൽ ഉറപ്പായിട്ടും 2നേക്കാളും വലുതായിരിക്കത്തില്ലേടാ 7. അപ്പം നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് വന്നില്ലേടാ? അതാണ്ട് 2 7 ആ റിലേഷനിൽ കിട്ടത്തില്ലേ? സോ ഇറ്റ് ഈസ് ക്ലിയർലി എന്താണ്? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി കൊടുക്കേണ്ട ഈ സാധനം എഴുതി കൊടുത്താൽ മതി. ഇഫ് എ ലെസ് ദാൻ ഈക്വൽ ടു ബി,
ബി ലെസ് ദാൻ ഈക്വൽ സി ആണെങ്കിൽ എ ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ സി. നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇതൊരു ജനറലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ ഏത് കേസ് നിങ്ങൾ ഇങ്ങനത്തെ കേസ് എടുത്താൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. കാരണം ബിയേക്കാളും എ ചെറുതാണ്, സിയേക്കാളും ബി ചെറുതാണെങ്കിൽ ഉറപ്പായിട്ടും സിയേക്കാളും ആരും ചെറുതായിരിക്കും, എ ചെറുതായിരിക്കും. ഒരു 2 എക്സാമ്പിൾ ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇത് എല്ലാ കേസിനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇത് ആരുമാണ്? ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ആരല്ല? സിമെട്രിക് അല്ല എന്നുള്ളൂ, ബാക്കി എല്ലാ കേസും ആണ്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പിടികിട്ടിയോ? അടുത്തിലോട്ട് പോട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഇതൊത്തിരി ട്രിക്കി ക്വസ്റ്റ്യനാ. ഇത് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇത്രയും നേരം നിങ്ങൾക്ക് നോക്കി ചെയ്യാം. ഇത് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനാണ്. എ എന്ന് പറഞ്ഞ സെറ്റിന് പകരം റിയൽ നമ്പർ തന്നിക്കുന്നതേ ഉള്ളൂ. ക്ലിയർ? എങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്തൊരു സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ. എന്താണ്? ഷോ ദാറ്റ് ദ റിലേഷൻ 1 2 3. എ എന്ന് പറഞ്ഞ സെറ്റ് ആരാ? 1 2 3 എന്നാ പറഞ്ഞത്. 1 2 3 റിലേഷൻ പറയുന്നത് ഏതാ? നമ്മളെ റിലേഷൻ ഏതാ? റിലേഷൻ ആർ ഈക്വൽ ടു 1 2 2 1 is symmetric but neither reflexive nor transitive. ഒറ്റയടിക്ക് പറയാം റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല? നിങ്ങൾ പറ. സെറ്റ് 1 2 3 ആണേ, എന്തുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല? പറയടാ. 1 1 2 2 3 3 റിലേഷൻ്റെ അകത്ത് ഇല്ല. നോട്ട് ബിലോങ്സ് ടു ആർ. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. സിമ്പിൾ സാധനം. സെക്കൻഡ്, ഇനി സിമെട്രിക് അല്ലേ? 1 2 വന്നതുകൊണ്ട് 2 1 വന്നു. സോ ഇറ്റ് ഈസ് സിമെട്രിക്. 1 2 ബിലോങ്സ് ടു 1 2 ഉണ്ട്, 2 1 ബിലോങ്സ് ടു ആർ. സോ എന്താണ്? സിമെട്രിക്. 1 2 വന്നു, 2 1 ഉണ്ട്, അതുകൊണ്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ഉണ്ടോ നോക്കാം. എടാ 1 2 ബിലോങ്സ് ടു ആർ, 2 1 ബിലോങ്സ് ടു ആർ. 1 2 2 1 ഉണ്ടെങ്കിൽ 1 2 2 1 ഉണ്ടെങ്കിൽ അവിടെ ആര് വരണം? 1 1 വരണ്ടേ, എങ്കിലല്ലേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. പക്ഷേ 1 1 നോട്ട് ബിലോങ്സ് ടു അല്ലേ? 2ൽ തുടങ്ങുന്ന വേറൊരാളുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ സംഭവിക്കണം. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ട്രാൻസിറ്റിവിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റൂ. 1 2 2 1 ആണെങ്കിൽ ഇയാളും തമ്മിലുള്ള റിലേഷൻ അതിൻ്റെ അകത്ത് വരണം. 1 1 ഉണ്ടോ? ഇല്ല. സോ എന്തല്ല? സോ റിലേഷൻ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. മനസ്സിലായോ? പിടികിട്ടിയോ? ഇത് അടിപൊളിയായിരുന്നൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സ്പീഡ് കൂടിയോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യിക്കുന്നതാണ്. വീഡിയോ ടൈം കൂട്ടാതെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ല 5 മിനിറ്റ് കൊണ്ട് 2 ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലാവത്തില്ല. ഓരോ ക്വസ്റ്റ്യൻ കഴിയും തോറും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണേ? ഓക്കെ, എങ്കിൽ അടുത്ത് ഞാനൊരു സാധനം തന്നിട്ടുണ്ട്. നിങ്ങൾ എക്സാമ്പിളുകൾ എഴുതി അയക്കണം. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഗിവൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ സിമെട്രിക്ക് ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ട് ബാക്കി അത്ര നിങ്ങൾ ചെയ്യണം. ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനറലി നിങ്ങൾക്ക് ഒരു സെറ്റ് തരാം. എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തോ. എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങളൊരു എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 വെച്ച് പിടിച്ചാൽ മതി. വലിയൊരു സെറ്റ് എടുക്കരുത്, ചെറിയൊരു സെറ്റ്. അപ്പോൾ ആദ്യത്തെ റിലേഷൻ്റെ എക്സാമ്പിൾ ഇതിൻ്റെ ഈ റിലേഷൻ കൊടുക്കാൻ പറയുന്നത് ഗിവൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിലേഷൻ എഴുതി കൊടുത്താൽ മതി. സിമെട്രിക് ആയിരിക്കണം, പക്ഷെ റിഫ്ലെക്സീവ് ആകാൻ പാടില്ല, ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല. നിങ്ങൾ നോക്കടാ, ഞാൻ പറയാണ് 2 3 3 2 കഴിഞ്ഞു. ഇത് സിമെട്രിക് അല്ലേ? 2 3 വന്നുകൊണ്ട് 3 2 വന്നു. റിഫ്ലെക്സീവ് ആണോ? അല്ല. 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. അപ്പം ആരല്ല? റിഫ്ലെക്സീവ് അല്ല. ട്രാൻസിറ്റീവ് ആണോ? 2 3 വന്നു, 3 2 വന്നു. അപ്പം ആര് വരണം? 2 2 വരണം. വന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. അപ്പം ആരും അല്ല, ട്രാൻസിറ്റീവ് അല്ല. പക്ഷെ ആരാണ്? സിമെട്രിക് ആണ്. അങ്ങനെ ഒരു റിലേഷൻ ഞാൻ എഴുതി കൊടുത്തല്ലോ. പിടികിട്ടിയോ? എങ്കിൽ നിങ്ങൾ അടുത്തത് ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക്. ഞാനൊന്ന് എഴുതരട്ടെ. ഒറ്റ അടിക്ക് ഞാൻ ഒറ്റ റിലേഷൻ എഴുതരാം. ഓക്കെ, റിലേഷൻ 1 2. ഇത് റിഫ്ലെക്സീവ് ആണോ? അല്ല. എന്തുകൊണ്ടാ? 1 1 2 2 3 3 ഇല്ലാത്തതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? അല്ല.
1 2 വന്നതുകൊണ്ട് 2 1 വരണം, അതുകൊണ്ട് സിമെട്രിക് അല്ല. ഇവിടെയാണ് നിങ്ങൾ റാങ്ക് മേക്കിംഗ് കിടക്കുന്നത്. ഇത് ഞാൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാറേ ട്രാൻസിറ്റീവ് അല്ല. അപ്പം ഞാൻ ചോദിക്കും നിങ്ങളടുത്ത് എന്തുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾ പറയും സാറേ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനില്ല. ഇതിൽ നിങ്ങൾ എപ്പോഴും പറയേണ്ടത് എ ബി ഉണ്ടെങ്കിൽ ബി സി എന്ന് പറയുന്ന ഒരു സാധനം, ഈ ബി സി എന്ന് പറഞ്ഞ സാധനം ആ റിലേഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എ സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവൂ. ബി സി എന്ന് പറഞ്ഞ സാധനം ആ റിലേഷൻ്റെ അകത്ത് ഇല്ല എങ്കിൽ ട്രാൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂല. സോ ബൈ ഡിഫാൾട്ട് ആയിട്ട് തന്നെ അത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യേണ്ട ഒരു കേസും ഇല്ല എങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ 1 2 ഉണ്ട്, ബാക്കി 2ൽ തുടങ്ങുന്ന ആരെങ്കിലും ആ റിലേഷനകത്ത് തന്നെ എഴുതിയോ? ഇല്ല. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? ട്രാൻസിറ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഭയങ്കര റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. എപ്പോഴും നോക്കുക, ട്രാൻസിറ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റൂല, കാരണം ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള കേസ് ഇതിലില്ല. 1 2 എന്ന് മാത്രമല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഓർ വേറെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എക്സാമ്പിൾ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഓർ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ കൊടുക്കാമേ. വേറെ റിലേഷൻ ഞാൻ എടുക്കുകയാണ്. ആരാ? ഒരു 2 3, പിന്നെ ഞാനൊരു 3 1 എടുത്തു. അടുത്ത ആരും എടുത്തു? 2 1 എടുത്തു. ഇത് ട്രാൻസിറ്റീവ്. 2 3 3 1 തുടങ്ങി. അപ്പോൾ ആര് വരണം? 2 1 വരണം. 1 ട്രാൻസിറ്റീവ്. ഇങ്ങനെ സിമ്പിൾ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ എക്കകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എഴുതി നിർത്താം. പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു കേസ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനില്ല എങ്കിൽ ഡിഫാൾട്ടായിട്ട് അതാരാണ്? ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? ഇത് 3 നിങ്ങൾ ചെയ്യണം. റിഫ്ലെക്സീവും സിമെട്രിക്കും ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് അല്ല. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ റിഫ്ലെക്സീവ് അല്ല. അതെല്ലാം ഈ എക്കകത്ത് വെച്ച് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റണം. നിങ്ങൾ നിങ്ങളെ ബ്രെയിൻ യൂസ് ചെയ്ത് റിലേഷൻസ് ഇട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 4 5 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ ആൻസേഴ്സ്. ഓക്കെ, റിഫ്ലെക്സീവ്, സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ് ആ റിലേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, എങ്കിലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ക്ലിയർ? ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് വരുന്ന കമൻറ്റ് ബോക്സിൽ ഞാൻ അത് കറക്റ്റ് ആണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ഹോംവർക്കാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ ആണേ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഹോംവർക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഇത് വേറെ ഒന്നുമില്ല. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഏതാണെന്ന് മാത്രം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് റിലേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇതിപ്പം തന്നെ കമൻറ്റ് ചെയ്ത് പോകും, പെട്ടെന്നല്ലേ. മറ്റേ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ഇതിപ്പം തന്നെ പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ കുറച്ച് ചെറിയൊരു സ്പീഡിൽ എടുത്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ലടാ, നമുക്കൊരു 10-40 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നന്നായിട്ട് പഠിക്കുകയുള്ളൂ. ലൈവിലായിരുന്നെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പഠിപ്പിക്കേണ്ട ടോപ്പിക്കാണ്. ലൈവിൽ പഠിപ്പിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടത്. ഇപ്പോൾ എക്സാം അല്ലേ, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഫങ്ഷൻസ് പറയാം. ഫങ്ഷൻസ് ഇങ്ങനെയല്ല, കുറച്ചും കൂടെ പ്രശ്നക്കാരനാണ്. ഇപ്പം നിങ്ങൾക്ക് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ബൈ.